വെൽക്കം ടു ന്യൂസിലാൻഡ് മല്ലു ഗൈസ്. ലോകത്തിലെ എല്ലാ മലയാളികളും ജാതി മതഭേദമന്യേ ആഘോഷിക്കുന്ന ഒരു ഗംഭീര നമ്മുടെ മാത്രമായ അഹങ്കാരമാണ് ഓണം എന്ന് പറഞ്ഞാൽ. പക്ഷെ പ്രവാസികളായ ഞങ്ങൾക്ക് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള ഡ്രസ്സ് കിട്ടണമെന്നില്ല, പിന്നെ ഈ 26 കൂട്ടം കറി ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ കിട്ടണമെന്നില്ല. അതൊക്കെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രോബ്ലം. പക്ഷെ അതിനൊക്കെ ഒരു മാറ്റം വന്നുകൊണ്ട് ഹാമിൽട്ടണിൽ അതിനൊക്കെ പറ്റിയ ചെറിയ കടകൾ വന്നിട്ടുണ്ട്. ആ കടകളൊക്കെ നമുക്കൊന്ന് പരിചയപ്പെടാൻ നോക്കാം. അടിപൊളി ഡ്രസ്സുകളും അടിപൊളി ഫുഡുകളും കിട്ടുന്ന കടകൾ വന്നിട്ടുണ്ട്. നമുക്ക് പോയി നോക്കിയാലോ? പോന്നാൽ വാ. അപ്പോൾ ഓണം കൂടുകയാണ് നമ്മൾ. ഞാനിപ്പോൾ നിൽക്കുന്നത് ഹാമിൽട്ടണിൽ വൈക്കാട്ടോ ഹോസ്പിറ്റലിൽ നിന്നും ഒഹാപ്പോയിലേക്ക് പോകുന്ന റോഡിൽ ഫസ്റ്റ് കാണുന്ന ഒരു പെട്രോൾ പമ്പൊക്കെ നിങ്ങൾക്ക് കാണാം. ഒഹാപ്പോ റോഡെന്നാണ് ഈ റോഡിന് പറയുന്നത്. ഈ കാണുന്നത് BP പെട്രോൾ സ്റ്റേഷനാണ്. നിങ്ങൾക്ക് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ന്യൂ വേൾഡ് ഷോപ്പിംഗ് മാൾ കാണാം. ആ ഷോപ്പിംഗ് മാളിനുള്ളിലാണ് ഈ കടയുള്ളത്. നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഗ്ലെൻവ്യൂ ഷോപ്പിംഗ് സെൻറ്ററിൽ എത്തിയിരിക്കുകയാണ്. ഇത് ന്യൂ വേൾഡ് ആണ് മെയിൻലി ഇവിടെയുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാം ഒലിവ് സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കാണാം. അവിടെയാണ് നമ്മുടെ ഓണപ്പുടവുകൾ കിട്ടുന്നത്. നമുക്ക് പതുക്കെ അങ്ങോട്ട് പോയാലോ? പതുക്കെ നമുക്ക് അകത്തേക്ക് കയറാം. ഇതാണ് ന്യൂ വേൾഡ്. ഇവിടെയാണ്. ഒലിവ് ഉള്ളത് ഉള്ളിലാണ് കേട്ടോ. ഉള്ളിലേക്ക് നടക്കണം, അങ്ങ് നടന്നു പോകാം അങ്ങോട്ട്. ഇവിടെ ഒരു പോസ്റ്റ് ഷോപ്പും റൈറ്റ് സൈഡിൽ ന്യൂ വേൾഡൊക്കെ ആയിട്ട് നമ്മൾ അകത്തേക്ക് കയറുന്നു. ഉള്ളിലൊരു കോഫി ഷോപ്പൊക്കെ കാണാം. അതൊക്കെ അകത്തേക്ക് കയറാം. ഇങ്ങനെ നടന്നു വരുമ്പോൾ ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ മലയാളി കട. ഓക്കെ, ഇവിടെ തുണിയും അതുപോലെ തന്നെ എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. ഒലിവ് ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ്. ഓക്കെ, നമ്മളിതിൻ്റെ ചുറ്റും ഒന്ന് നടന്നു നോക്കാം. ഇത് വലിയൊരു ഷോപ്പ് തന്നെയാണ് കേട്ടോ. ശരിക്കും ഇഷ്ടംപോലെ ഇനഫ് സ്പേസ് ഉണ്ട്. നല്ല ഓണത്തിൻ്റെ കഥകളിയും ഓണത്തിൻ്റെ പല തോണിയും അങ്ങനെയൊക്കെ ആയിട്ടുള്ള പല സംഭവങ്ങളും ഇവിടെ കാണാം. നമുക്ക് പതുക്കെ ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഇഷ്ടംപോലെ പാർക്കിംഗ് ഏരിയയാണ്. ഇങ്ങനെ വന്ന് ഇതും ഒരു എൻട്രൻസ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ മലയാളത്തിൻ്റെ നമ്മളൊന്ന് ശരിക്കും നാട്ടിൽ ചെന്ന ഒരു ഫീൽ കേട്ടോ. എല്ലാം മലയാളത്തിലൊക്കെ എഴുതി വെച്ചിരിക്കുന്നു. മൂന്നാറും നമ്മുടെ പുലികളിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെയും പാർക്കിംഗ് ഏരിയ ഒരെണ്ണമുണ്ട്. ഇവിടെയും നമുക്ക് വണ്ടികളിടാം. അതുപോലെ തന്നെ ഇവിടെയും ഇവരുടെ ഒലിവ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഒലിവ് സൂപ്പർ മാർക്കറ്റ്. അപ്പോൾ 2 എൻട്രൻസ് ആണുള്ളത്. ഇഷ്ടംപോലെ ഇനഫ് പാർക്കിംഗ് ആണ് ഇവിടെ ഉള്ളത് കേട്ടോ. നമുക്ക് അകത്തേക്ക് കയറാം. എന്നാൽ അങ്ങനെ ഞാൻ കടയുടെ മറ്റേ സൈഡിലേക്ക് വന്നപ്പോഴാണ് ഇപ്പം ഇവിടെ കണ്ടത് ഓണച്ചന്ത എന്ന് പറഞ്ഞിട്ട് മാവേലിയൊക്കെ ആയിട്ടൊരു മാവേലി നമ്മളെ വരവേൽക്കുന്ന ഒരു പിക്ചറൊക്കെ വെച്ചിട്ട് ഒരു തോണിയും ഒക്കെ ആയിട്ട് ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു തോണി കാണുന്നുണ്ട്. ചുണ്ടൻ വെള്ളം കാണുന്നുണ്ട്. ചുണ്ടൻ വെള്ളത്തിൽ കുറേ സാധനങ്ങളൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ഓണത്തിൻ്റെ സ്പെഷ്യൽ സാധനങ്ങൾ മാത്രമാണ് കേട്ടോ. ഇത് മുഴുവൻ എന്താണെന്ന് പറയുക, നമ്മുടെ കാവറുത്തതും അതുപോലെയുള്ള നമുക്ക് ഓണത്തിന് എന്തൊക്കെ വേണോ ആ കാണുന്നത് എല്ലാം തന്നെ ഇവിടെ അവൈലബിൾ ആണിപ്പോൾ. കാണാം നമുക്ക് എന്തൊക്കെയുള്ളത്. ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഇതൊരു ചുണ്ടൻ വെള്ളം തന്നെയാണ് കേട്ടോ. വലിയൊരു ചുണ്ടൻ വെള്ളം നിൽക്കുന്നു. ചുണ്ടൻ വെള്ളത്തിൽ നിറച്ചും സാധനങ്ങൾ ഇങ്ങനെയായിട്ട് പോകുന്നതായിട്ടുള്ളൊരു ഫീലാണ് നമുക്ക് കൊടുത്തിരിക്കണേ. അതുപോലെ തന്നെ ഇവിടെ ഇതാണ് മെയിൻ അവരുടെ ഷോപ്പ്. ഇത് ഈ ഓണത്തിന് മാത്രമായിട്ട് ഓണച്ചന്ത എന്ന് പറഞ്ഞ് തുടങ്ങിയിരിക്കുന്ന ഒരു സംഭവമാണ് ഈ കാണുന്നത്. ഒത്തിരി വെറൈറ്റി സാധനങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ഓണച്ചന്ത, ഒരുമയോടെ ഓണം എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് ഇവിടെ. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ മറ്റൊരു സംഭവം ഈ കാണുന്നതാണ്. ഇതാണ് ഇവിടുത്തെ എന്താണെന്ന് പറയുക, നമ്മളെ പോലെയുള്ള പ്രവാസികൾക്ക് ഏറ്റവും വിഷമമുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഇനഫ് ഡ്രസ്സ് കിട്ടില്ല. അത് തന്നെയാണ് ഇവിടെ സാരിയും അതുപോലെ തന്നെ നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം എന്തൊക്കെയുള്ളതെന്ന് ചോദിക്കാം. മുണ്ടും പിന്നെ ഷർട്ടും ഉണ്ട്. കുട്ടികൾക്ക് ആവശ്യമുള്ള പാവാട, ചെറിയ ഡ്രസ്സുകൾ, പരിപാടികൾ, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഓണേഴ്സിനെ ഒന്ന് കാണാം. നമുക്ക് അവരോട് ചോദിക്കാം. നല്ല അടിപൊളി സാരിയൊക്കെയാണല്ലോ. നല്ല രസമുള്ള സാരികളുണ്ട് കേട്ടോ. ശ്രീകൃഷ്ണൻ്റെ കൊള്ളാം. അപ്പോൾ ഒന്ന് വന്നു നോക്കുക. നിങ്ങൾക്ക് ഇന്നഫ് സാധനം ഇവിടെ നിന്ന് തന്നെ കിട്ടാൻ ചാൻസ് ഉണ്ട്. നാട്ടിൽ നിന്ന് ഇനി വരുത്തേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ആ സങ്കടം തീർന്നു കിട്ടും. അതുപോലെ തന്നെ ഈ തോണിയിൽ എന്തൊക്കെയാണ്, ശർക്കര വരട്ടി, ചിപ്സ്, അതുപോലെ തന്നെ ഇതെന്താ സംഭവം, കൊടംപുളി, പാലട, പിന്നെ ശർക്കര, പരിപ്പ്, റൈസ് പാലട, അങ്ങനെ പല അച്ചാറുകൾ. അങ്ങനെ തോണി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പതുക്കെ അപ്പുറ സൈഡിലേക്കും പോയി നോക്കാം. പിന്നെ ഈ സൈഡ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പലതരം അരികളും പരിപാടിയൊക്കെയാണ്. ഇതൊക്കെ വൈറ്റ് റൈസാണെന്ന്, ജയ റൈസ്, നമ്മുടെ മട്ടയരിയും പല റൈസൊക്കെ ഇരിപ്പുണ്ട്. നമുക്ക് ഇവരോട് ചോദിച്ചിട്ട് എന്താണ് വില, ഓരോ കാര്യത്തിനെ പറ്റിയും ചോദിച്ച് മനസ്സിലാക്കാം. ഓക്കെ, നമുക്ക് പതുക്കെ അകത്തേക്ക് കയറാം. ഇതാണ് ഇവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ അങ്ങോട്ടാണ് കേട്ടോ മെയിൻ ഷോപ്പ്. അങ്ങോട്ടാണ് വരുന്നത്. ഇത് തൽക്കാലം ഓണച്ചന്ത എന്ന് പറഞ്ഞാൽ തുടങ്ങിയിരിക്കുന്ന സംഭവമാണ് ഈ കാണുന്നത്. ഹലോ ഗൈസ്, എന്തായി പരിപാടി? എങ്ങനെ പോണു ഓണപരിപാടിയൊക്കെ? എന്താ പേരെന്താ? ആണോ? ആഘോഷിക്കാൻ പോവാണ്, ഞങ്ങൾ തകർക്കാൻ പോവാണ്.
എന്തൊക്കെയാണ്? ഫസ്റ്റ് ഓണാണ്. നിങ്ങൾ എത്ര കാലം തുടങ്ങിയിട്ട്? എത്ര 1.5 മാസമേ ഉള്ളൂ. കൊള്ളാം കൊള്ളാം കൊള്ളാം. അപ്പോൾ ഈ തുണിയൊക്കെ നാട്ടിൽ നിന്ന് എത്തിച്ചു. ആഹാ. എന്തൊക്കെയാണ് അതിൻ്റെ വിലയും പരിപാടിയൊക്കെ ഒന്ന് പറയാൻ പറ്റുമോ? ആണോ? ആ, അപ്പോൾ ഒരു $30 $1,500 രൂപ. 1,500 രൂപ നാട്ടിലെ ലേക്ക് വരുന്നുള്ളൂ. ഓക്കെ ഓക്കെ. സാരിയൊക്കെ കാണുന്നുണ്ടല്ലോ, ഒന്ന് കാണിക്കാമോ? ആണോ? ആ, നമുക്കൊരു സാരി, 1-2 സാരി വെറുതെ ഒന്ന് നോക്കിയേക്കാം. ഈ സാരിയൊക്കെ എന്തുവല്ല, തുറക്കണമെന്നില്ല. എന്തുവല്ല ഉണ്ട് ഇതിനൊക്കെ? $70. ആ, ഇത് കൊള്ളാമല്ലോ, നല്ല പ്രിൻ്റൊക്കെ ആയിട്ട്. അവിടെ എങ്ങോട്ടൊരു ഓണത്തിന് ശ്രീകൃഷ്ണൻ്റെ ഇതൊക്കെ കണ്ടു ഞാൻ. കൊള്ളാം 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 കൊള്ളാം. പിന്നെ കുട്ടികളുടെ ഉടുപ്പൊക്കെ ഉണ്ട്. ഇത് കണ്ടേ, ഇവിടെ വേറെ ആള് പ്രമോദ് ഉണ്ട് അവിടെ. പ്രമോദ് ഒന്ന് വന്നേ. ഇത് പ്രമോദ്. നിങ്ങൾ രണ്ടുപേരും കൂടെയാണോ ഇത് ചെയ്യുന്നത്? നിങ്ങൾ എവിടെ നിന്ന്? നിങ്ങൾ കുവൈറ്റിലായിരുന്നോ? നിങ്ങൾ അവിടെ തൊട്ട് പ്ലാൻ ഉണ്ടായിരുന്നു ഇങ്ങനെ ഒരു ഷോപ്പ് തുടങ്ങാനുള്ള ഉണ്ടായിരുന്നോ? ആണോ? കൊള്ളാം, നല്ല കാര്യം. ഇത് എന്ത് വിലയുണ്ട്? ഇത് ഓണപ്പീലി, മയിൽപ്പീലിയൊക്കെ ആയിട്ട് കൊള്ളാം. അപ്പം ഒരു വീട്ടിലേക്ക്, ഒരു കുടുംബത്തിന് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ വന്നാൽ കിട്ടും. ഇത് ബ്ലൗസും വരുന്നുണ്ട് അതിൻ്റെ കൂടെ. സെറ്റ് സാരി. കൊള്ളാം കൊള്ളാം കൊള്ളാം. ഓക്കെ. ഇപ്പം എനിക്ക് തോന്നുന്നു ഹാമിൽട്ടണിൽ ഇങ്ങനെ ഒരു ഷോപ്പ്, മലയാളികളുടെ ഇങ്ങനെ ഒരു ഷോപ്പില്ലാന്ന് എനിക്ക് തോന്നുന്നു, അല്ലേ? തുണി മാത്രമായിട്ട് കിട്ടുന്ന ഷോപ്പില്ല അല്ലേ? കൊള്ളാം, നല്ല കാര്യം. ഇത് കുട്ടികൾക്കുള്ള ഷർട്ടൊക്കെയാണോ? ജുബയൊക്കെ? അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണത്തിന് ആർക്കും ഒരു പരാതി വേണ്ട, ആവശ്യത്തിന് സാധനം കിട്ടും. അത് കൊള്ളാമല്ലോ, നല്ല പ്രിന്റഡ് ഷർട്ടൊക്കെ. സെറ്റാണ്. എന്തുവല്ലുണ്ട് അതിന്? സെറ്റിന് സൈസ് ഏതാ? 42. ഓക്കെ. അപ്പം നമുക്കൊക്കെ പറ്റുന്ന സൈസ് ഉണ്ട്. പിള്ളേർക്കുള്ള മുണ്ടൊക്കെ ഉണ്ട്. ഓക്കെ ആണല്ലേ? മുണ്ടും ഷർട്ടും കൂടി $60. ഓക്കെ. ഷർട്ട് കൊള്ളാട്ടോ, നല്ല, എനിക്ക് പ്രിന്റ് കൊള്ളാം, നല്ല രസമുള്ള പ്രിന്റൊക്കെയാണ്. കൊള്ളാം. ആ ജുബയാന്ന് തോന്നുന്നു അല്ലേ? ജുബയാണ്. കൊള്ളാം. നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കിയാലോ. വേറെ എന്തൊക്കെയാണ്? ഇവിടെ നോക്കിയപ്പോൾ ഇവിടെ വാഴയില ഇരിപ്പുണ്ട്. നമുക്ക് എന്താണ് ഇതെന്താ? ഗോതമ്പ് പായസം ഉണ്ടാക്കാൻ. നിങ്ങളുടെ അതല്ലേ മെയിൻ ഷോപ്പ് എന്ന് പറഞ്ഞാൽ? അതാണ്. ഓക്കെ. ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഗുണം എന്ന് വെച്ചാൽ ഇനഫ് സ്പേസ് ഉണ്ട് കേട്ടോ, നമുക്ക് കൂളായിട്ട് ഓടി നടക്കാനുള്ള സ്പേസ് ഉണ്ട്. ശരിക്കും നിങ്ങൾ എല്ലായിടത്തും ഫില്ല് ചെയ്തിട്ടില്ലാന്ന് തോന്നുന്നു അല്ലേ? ഇനിയും സ്പേസ് കിടപ്പുണ്ട്. ഓക്കെ. അരിയൊക്കെ നമ്മുടെ നാടൻ അരികളൊക്കെ ഉണ്ട് ഇവിടെ? ആണോ? അരിയൊക്കെ എന്ത് വിലയാണ് വരണം ഇവിടെയൊക്കെ? 22. പല മാറി വരും അല്ലേ? മുകളിലേക്ക് 20 മുകളിലേക്കുണ്ട്. ഓക്കെ. ഇതൊക്കെ ആട്ടയൊക്കെയാന്ന് തോന്നുന്നു അല്ലേ? ആണോ? നിങ്ങൾ ഓക്കെ കൊള്ളാം. അതിനൊപ്പം പിള്ളേരെ പറ്റിക്കാനായിട്ട് ഐസ്ക്രീമും പരിപാടിയൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ എന്താ ഹെയർ കളറ് പരിപാടികൾ അല്ലേ? നമ്മുടെ കോട്ടക്കൽ ആര്യവേശയുടെ സംഭവം. ഓക്കെ. പിന്നെ പാത്രങ്ങളൊക്കെ അവൈലബിൾ ആണ്. മിക്സി. ഇന്നാളെ അങ്ങടെ ചട്ടി. ഇതല്ലേ ചട്ടി ഇരിക്കുന്നു. ഈ ചട്ടിയൊക്കെ എന്ത് വിലയുണ്ട് ബ്രോ? $20. അതെ, കൊള്ളാം. നമ്മുടെ നാട്ടിലെ സംഭവങ്ങളും കണ്ണൻദേവൻ ചായകളും അച്ചാറുകൾ. ഇതെന്താ അച്ചാറാണോ? അല്ല, പൊടിയാണോ? ചായപ്പൊടിയാണ്. എലൈറ്റിൻ്റെ കേക്കുണ്ട്. ഓക്കെ. ഇതെല്ലാം നാടൻ നമ്മുടെ കേരള മിക്സ്ചർ. ഓക്കെ. കേരള സാധനങ്ങളാണ്. അടിപൊളി. ചക്ക വറുത്തതല്ലേ ഇത്? ചക്ക വറുത്തത്, ചിപ്സ്, മിക്സ്ചർ. പിന്നെന്താ സംഭവം? അടിപൊളി. നോർത്ത് ഇന്ത്യൻ ആണോ? ഓക്കെ. അടുത്ത ഇതിലേക്ക് പോവാം നമുക്ക്. അതുപോലെ തന്നെ ഫ്രോസൺ സാധനങ്ങളും ഉണ്ട് നിങ്ങൾക്ക്? എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. സ്നാക്സ്. ഓക്കെ. ആണോ? അങ്ങനെ ഫ്രോസൺ സാധനങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ വേറെ എന്താണ്? ഇവിടെ തൈര് ഇതിലെന്തൊക്കെയുള്ളത് ഈ അയില്? ആണോ? ഇവിടെ അപ്പം പൊടി, പുട്ടുപൊടി, അങ്ങനെയുള്ള സംഭവങ്ങൾ. നാട്ടിലെ ഇതെല്ലാം ഡബിൾ ഹോസ്, പിന്നെ നിറപറ. എല്ലാ ബ്രാൻഡും ഉണ്ട്. ഓക്കെ. പപ്പടം.
പിന്നെ ഇതെന്താ ജാതിപത്രിയൊക്കെയാണോ? ആ ആ ആ ബിരിയാണിക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ കുറച്ച് സോപ്പ് പൗഡറും പരിപാടി അങ്ങനെയുള്ളതും വെച്ചിട്ടുണ്ടല്ലേ. കൊള്ളാം. ഇതെന്തൊക്കെയാണ്? ഇതിവിടെ റെഡി ടു ഈറ്റ്. നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ടേസ്റ്റി നിബിൾസിന്റെ ഒക്കെ സാധനം റെഡി ടു ഈറ്റ് ചൂടാക്കി കഴിച്ചത്. ആഹാ ഓക്കെ. കപ്പയുണ്ടല്ലോ, ഫിഷ് ബിരിയാണി, ഫിഷ് കപ്പ ബിരിയാണി. ഓക്കെ. ഇവിടെ വന്നു കഴിഞ്ഞാൽ മീറ്റ് മസാലയൊക്കെ ആണല്ലേ? ഇത് മസാല ഐറ്റം. ആ മസാല ഐറ്റം എല്ലാ ബ്രാൻഡുകളും ഉണ്ട്. ആ കൊള്ളാം 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 കൊള്ളാം. ആ ഇതാണ് നമ്മുടെ അച്ചാറുകൾ വരുന്നു. പാലാട്ട്, ഗ്രാൻഡ്മ, പിന്നെ എന്താണ് മയിലുണ്ട്. ആ മയില്, പവിഴം, ബ്രാഹ്മിൻസ്, ഡബിൾ ഹോഴ്സ്, ഓൾമോസ്റ്റ് എല്ലാ. ആ ചെറിയ ബോട്ടിലും വലിയ ബോട്ടിലും 1 കിലോയുടെ ബോട്ടിലും എല്ലാം അവൈലബിൾ ആണ്. ഓ ഇത് വലുതുമുണ്ട്. എല്ലാ പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ഈ സാധനം മേടിച്ചാൽ മതി. ആ ഹാ 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 കൊള്ളാം. ഇനി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ എന്താ പറയുക, ജാതിപത്രി അങ്ങനെ നമ്മുടെ ലൂസ് ഐറ്റം ഉണ്ട്. ഇതെന്താ സംഭവം? ഇത് ഡ്രൈ ലെമൺ. ഓ ഡ്രൈ ലെമൺ. ഓക്കെ ഓക്കെ. അതെന്തിനാ ഉപയോഗിക്കണേ? ആണോ? ഓ നമുക്ക് ഇത്ര പരിചയമില്ലാത്ത സാധനമാണ്. ഓക്കെ. ഇത് നമ്മുടെ എന്താണ് പയറ്, പരിപ്പ്, എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ വേണമെങ്കിൽ കുറച്ച് തേങ്ങ കിട്ടുമല്ലോ. തേങ്ങ എന്ത് വിലയുണ്ട് ബ്രോ? $2. ഓക്കെ കൊള്ളാം. ഇവിടെ എന്താ മീനാണോ ഇത്? ആണോ? എന്തൊക്കെയാണ്? കരിമീനുണ്ടോ? കരിമീൻ ഒന്ന് കണ്ടേ. കരിമീൻ എന്ത് വിലയുണ്ട്? ഇത് കരിമീനാണ്. അടിപൊളി നല്ല സൈസ് കരിമീനാണല്ലോ. ആഹാ കരിമീൻ കഴിഞ്ഞു. ഇനി എന്താ കേരയോ? കേര കട്ട് ചെയ്ത പീസുകൾ. ഓക്കെ കൊള്ളാം. എല്ലാം നമ്മുടെ നാട്ടിലെ മീൻ അവൈലബിൾ ആണ് ഇവിടെ. ഇതെന്താ സംഭവം? ഇതൊക്കെ കരിമീനാണോ? കരിമീനാണോ ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോകുന്നത്? ആണോ? ആണോ? ഇവിടെയല്ലേ റെസ്റ്റോറൻറ്റുകാരൊക്കെ ഇത് എടുത്താണോ കൊടുക്കുന്നത്? അതോ എടുക്കണ്ടല്ലേ ആണല്ലേ? ഇത് ഓയില്. നാട്ടിലെ ഓയിലുണ്ട്. നാട്ടിലെ ഇത് കോക്കനട്ട് ഓയിൽ നാട്ടിൽ നിന്നാണോ പറഞ്ഞത്? ഇവിടെയാണോ? നാട്ടിലെയാണ്. കോക്കനട്ട് ഓയിൽ അല്ല വരുന്നത് നാട്ടിൽ നിന്നാണ്. ഇനി വലിയ പാത്രങ്ങളും അവൈലബിൾ ആണ് ഇവിടെ. ഇതെന്താ സംഭവം? ഇത് ഇതെന്താ? ബിരിയാണി ചെമ്പ്. കൊള്ളാം. നാട്ടിലെ ഉരുളി. ഇത് അലൂമിനിയം ആണോ? ഇത് അലൂമിനിയം. ഓക്കെ. ഇതിവിടെ വന്നിട്ട് നമ്മുടെ കപ്പ പരിപാടി ഇരിപ്പുണ്ട്. കപ്പ, പൊറോട്ട. ഈ പൊറോട്ടയൊക്കെ ഇവിടെ നിന്ന് വരണേ? നാട്ടിൽ നിന്ന് ആണോ? അതെന്താ സംഭവം? ഇത് കൊത്തു പൊറോട്ട. ഓ എനിക്ക് വേണേ പണ്ടൊക്കെ കൊത്തു പൊറോട്ട എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടോ? ഇല്ല അല്ലേ? അടുത്ത് വന്നേക്കണല്ലേ ഈ സാധനം? അല്ല കൊത്തു പൊറോട്ട. എന്നാ ഓക്കെ കൊള്ളാം. അടിപൊളി. അപ്പോൾ ഓണം നിങ്ങൾ തകർക്കാനുള്ള പരിപാടിയാണ്. ഓണത്തിനൊക്കെ പല കടകളിലും വല്ല ഓഫറുകളും പരിപാടിയൊക്കെ ഉണ്ട്. ന്യായമായ വിലക്കാണ് നിങ്ങൾ കൊടുക്കുന്നത്. തോണി എനിക്കിഷ്ടമായി കേട്ടോ. തോണി കൊള്ളാം. അടിപൊളിയായിട്ട് തോണി. ഐഡിയ പിള്ളേരിൽ നിങ്ങളെല്ലാം കൂടി ഇത് നമ്മുടെ ഇവിടുത്തെ കുറച്ച് ചിപ്സും പരിപാടിയൊക്കെ അല്ലേ? ആണോ? ഇതെന്താ ഇരിക്കണേ? എസൻസ്. ഓ നാട്ടിൽ നിന്ന് വരുന്ന. ഓറഞ്ച്, പിന്നെ ജാക്ക് ഫ്രൂട്ട്, നന്നാറി കൊള്ളാം. നമ്മൾ ശരിക്കും ഉണ്ടാക്കി കഴിഞ്ഞാൽ അടിപൊളിയാണ് കഴിക്കാൻ. ശരിക്കും ഉണ്ടാക്കണമെന്ന് മാത്രം. കൊള്ളാം. ഇവിടുത്തെ കുറേ ചിപ്സ്. ഇത് നമ്മൾ നേരത്തെ വന്ന അതിലാണോ? മറ്റേ അച്ചാറും പരിപാടികളുള്ള അല്ലേ? ഓക്കെ കൊള്ളാം. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം ഇതാ, നമുക്ക് ഇഷ്ടം പോലെ സ്പേസാണ്. ഓടി നടക്കാനുള്ള സ്പേസ് ഉണ്ട്. കൊള്ളാം. അതാണ് ഏറ്റവും വലിയൊരു രസോട്ടം. എൻ്റെ ഫ്രോസൺ ഫുഡൊക്കെ നിന്നിട്ട് കളയാം. ഇതെന്താ കിഴിപ്പൊറോട്ട ഇങ്ങനെ വരുന്നുണ്ടോ? ആണോ? ഇതെന്താ കോഴിക്കോടൻസോ? ഏതാ ബ്രാൻഡ്? ജാക്മി. ഇതെന്താ സംഭവം? ഇതൊക്കെ എന്നത്? ഹലുവ. കോഴിക്കോടൻ. ഓക്കെ. അത് പൊറോട്ട, ടെൻഡർ ജാക്ക് ഫ്രൂട്ട്, ചക്കപ്പഴം വരുന്നുണ്ട്. ചക്കപ്പഴോ? നല്ല. ഒന്ന് മേടിച്ചോ. കൊള്ളാം. നല്ല നാട്ടിൽ നിന്ന് വരണേ. കൊള്ളാം. ഇതെന്താ സംഭവം? ഇത് പരിപ്പുവടയൊക്കെ. പരിപ്പുവട, ഉഴുന്നുവട, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും കാണുന്നുണ്ടല്ലോ. ചക്കക്കുരു. കൊഴുക്കട്ടയുണ്ട്. ഓ നമ്മുടെ നാട്ടിലെ എല്ലാ സാധനങ്ങളും. പുട്ടും കടലയോ? ഇങ്ങനെ വരുന്നു കേട്ടോ. എൻ്റെ പള്ളി.
അല്ല പണ്ടൊക്കെ ഞാൻ ഓർക്കണ്ട എൻ്റെ അമ്മയൊക്കെ ഒത്തിരി കാലം മുമ്പേ കുറേ കഴിയുമ്പോൾ അങ്ങനെയൊക്കെ വരുമായിരിക്കും എന്ന് പറഞ്ഞ് അവരുടെ ഇത് അതുപോലെ തന്നെ വന്നേക്കാണ് ഇപ്പോഴൊക്കെ. രസമുണ്ട്. ആ പഴം പുഴുങ്ങിയത്, നെയ്യപ്പം, ഉഴുന്നുവട. കൊള്ളാം 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 കൊള്ളാം. അടിപൊളിയുണ്ട്. ഇവിടെ കുറച്ച് ബിസ്ക്കറ്റ്സ് പരിപാടി. ഇത് നാട്ടിലെയാണോ ഇത്? ഓ 50-50. ഓ ഇതൊക്കെ നമ്മൾ കണ്ടിട്ട് നൊസ്റ്റാൾജിക് ഫീൽ വരണം. ഇതൊക്കെ കണ്ടിട്ട് എത്ര കാലമായി നമ്മൾ. ഇതൊക്കെയോ? ആ ബ്രിട്ടാനിയാണല്ലേ? ബ്രിട്ടാനിയ. ഓക്കെ. ആഹാ ഇത് ഫേമസ് സാധനമാണോ ഇപ്പോഴത്തെ? നന്നായിട്ട് മൂവ് ചെയ്യുന്നു. ആണോ? ആഹാ ഇത് ആഹാ എലൈറ്റ് എന്ന് പറഞ്ഞൊരു ബേക്കറി അങ്ങോട്ട് നാട്ടിൽ ഫേമസ് ആണോ? അവരുടെ ആണോ? ആണോ? ആ എലൈറ്റ് കേക്ക്. ആ ഓക്കെ അതാണ്. ഓ ഓക്കെ കൊള്ളാം. ഇതാണ് എലൈറ്റ് പ്ലം കേക്ക്. ഓക്കെ കൊള്ളാം, അടിപൊളി. എനിക്ക് തുണി ഇഷ്ടപ്പെട്ടു കേട്ടോ. തുണി വലിയൊരു തലവേദനയായിരുന്നു. അല്ലെങ്കിൽ ഞങ്ങളൊക്കെ എങ്ങനെയാ വെച്ചാൽ നാട്ടിലേക്ക് പോകുമ്പം കൊണ്ടുവരിക, നേരെ എന്തായാലും നിങ്ങൾ കൊണ്ടുവന്ന അടിപൊളിയായി എന്തായാലും പരിപാടി. ഒന്നും കൂടെ ഡ്രസ്സ് കണ്ടാലോ? വാ ഈ തോണി എനിക്ക് അടിപൊളിയായിട്ട് കേട്ടോ. തോണി കൊള്ളാം, സെറ്റപ്പ് തോണിയാണ്. ഓണച്ചന്ത നിങ്ങൾ പേര് കൊടുത്തേക്കാണല്ലേ? ഓക്കെ കൊള്ളാം. ഒരുമയുടെ ഓണച്ചന്ത കൊടുത്തിട്ടുണ്ട് അവിടെ. ഓക്കെ. അപ്പം ഇത് നിങ്ങൾ ഇവിടെ തുണിയൊക്കെ ഇടാൻ വേണ്ടി സെറ്റ് ചെയ്തേക്കണോ? ആ അടിപൊളി. അപ്പം ഞാൻ വിചാരിച്ചത് എന്താ ഇവിടെ ഒരു ബ്ലാങ്കായിട്ട് കിടക്കണേ, ഇപ്പോഴാണ് മനസ്സിലായത്. ഓ ഇതൊക്കെ ഉണ്ട്. ആ പട്ടുപാവാട സാധനമൊക്കെ. ഓക്കെ കൊള്ളാലോ. അടിപൊളി. ആഹാ പിള്ളേർക്കൊക്കെ ഉള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. ഇപ്പൊ തന്നെ ചെറിയ ആൺപിള്ളേർക്ക് മുണ്ടൊക്കെ ഉണ്ടെന്നുള്ളോ? ഉണ്ട്, മുണ്ടൊക്കെ ഉണ്ട്. ആഹാ ഇതൊക്കെ പിള്ളേർക്ക് വരണയാ. ഇതെങ്ങനെ കെട്ട് കാണോ അരയില്? ഓക്കെ വെൽക്രോ. ആ സ്റ്റിക്കറാണ്. ആ എളുപ്പമാണ്, താഴെ പോവില്ല. നമ്മുടെയാണ് ഊരി പോകുന്നത്. പിള്ളേർക്ക് ഭയങ്കര സെക്യൂർഡാണ്. അടിപൊളിട്ടാ. നമുക്ക് വരികയാണെങ്കിൽ എളുപ്പമാണ്. നമ്മള് വലിയ പണിയാ. ബെൽറ്റൊക്കെ ഇട്ടല്ലേ നമ്മൾ നടക്കണത്. കൊള്ളാം, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ സംഭവമൊക്കെ. നല്ല ഈ സാരി ഇപ്പം ഭാര്യ ഒന്നും ഇങ്ങോട്ട് കൊണ്ടുവരാതിരിക്കുക നല്ലതെന്നാണ് എൻ്റെ വിശ്വാസം. വന്നു കഴിഞ്ഞാൽ പണിയാവും മിക്കാറും. കൊള്ളട്ടെ, ഈ സാരിയൊക്കെ കൊള്ളാമല്ലോ, രസമുണ്ട്. ഈ പ്രിൻ്റൊക്കെ നല്ലൊരു എലഗൻ പ്രിൻറ്റും ഒക്കെ ഉണ്ട് കേട്ടോ. കൊള്ളാം. കൊള്ളാം നല്ല രസമുണ്ട്. ശരിക്കും ഓണത്തിൻ്റെ ആ ഫീലുണ്ട്. കൊള്ളാം. ഇത് നമ്മുടെ പിള്ളേരുടെ ആണോ? ഇതിൻ്റെയൊക്കെ പ്രിൻ്റൊക്കെ നല്ലൊരു എലഗൻ ലുക്ക് ഉണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. നല്ലതാണ്. ഇത് കൊള്ളാമല്ലോ, നല്ല രസമുണ്ടല്ലോ. അടിപൊളി. ഓ ഇത് അടിപൊളിയാണല്ലോ. ഓക്കെ. ഇതെന്ത് വിലയുണ്ട് ഈ സാധനത്തിന്? കൊള്ളാം, നല്ല കേട്ടോ. നല്ല ഒരു റിച്ച് ലുക്ക് തോന്നുന്നുണ്ട് ഇതിനകത്ത്. അത്രയാണോ? ആണോ? $30-35. ഓക്കെ നല്ല കേട്ടോ, എനിക്കിഷ്ടമായി. കൊള്ളാം. പിന്നെ നമുക്ക് ആണുങ്ങളുടെ ഷർട്ടും പരിപാടിയൊക്കെ ഉണ്ട് ഇവിടെ, അവൈലബിൾ ആണ്. അതെന്താ MSR എന്ന് പറഞ്ഞ സംഭവം? എന്താ മുണ്ടാണോ അടിയിൽ അവിടെ? മുണ്ട് വൈറ്റ് മുണ്ട്. പ്യുവർ വൈറ്റ്. പ്യുവർ വൈറ്റ്. കൊള്ളാം. ഓക്കെ. എന്താ സെറ്റായിട്ട് പിള്ളേർക്ക്? അടിപൊളി. ആ മുണ്ടിൽ ഇങ്ങനെ കരയായിട്ട് ആ ഷർട്ടിൻ്റെ അതേ പ്രിന്റ് തയ്ച്ചു വെച്ചേക്കാണല്ലേ. പിന്നെ ഗോൾഡൻ്റെ എടുത്തു. അടിപൊളി. ഇത് അടിപൊളിയാണ് കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടത്. സെറ്റപ്പാണ് കേട്ടോ. മാറ്റങ്ങളേ ഇതൊക്കെ ഒട്ടിക്കുകയാണല്ലേ? അതെ ഫാമിലി മൊത്തമായിട്ട് അങ്ങനെ ഒരു ട്രെൻഡിലങ്ങ് പോയാൽ അടിപൊളിയായിരിക്കും അല്ലേ? ഇത് പണിയാവൂല മിക്കവാറും. ഇത് ചെറിയ മുണ്ട, ഇത്ര ഉള്ള മുണ്ട കേട്ടോ. കുഞ്ഞു പിള്ളേർക്ക്, ഒരു 2 വയസ്സുള്ള പിള്ളേർക്കൊക്കെ കൊടുക്കാൻ പറ്റിയ സാധനം അത് ഒട്ടിക്കണേ. അടിപൊളി. കൊള്ളാം. സാധാരണ സാരി, ഓണത്തിൻ്റെ അല്ലാത്ത സാരികളും ഉണ്ട്. നോർമൽ സാരിയും വരുന്നുണ്ട്. ഓക്കെ കൊള്ളാം. ഇതാരാണ് സെലക്ഷൻ? നിങ്ങളാണോ അതോ ഭാര്യമാരാണോ? കൊള്ളാം, അടിപൊളിയായിട്ട്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഇവിടെയൊക്കെ സ്ഥലം കിടക്കുകയാണ് ഫില്ല് ചെയ്യാൻ. അടിപൊളി. ഈ തോണി എന്തായാലും കൊള്ളാം. ഇതെന്തത്? സ്വീറ്റ്. കൊള്ളാം. ആണോ? അപ്പം എന്താണ് നിങ്ങളുടെ സ്പെഷ്യലായിട്ട് എന്താ? നിങ്ങളെന്താ ഓണത്തിൻ്റെ പരിപാടി? നിങ്ങളെല്ലാം കൂടെ ഫാമിലി ആയിട്ട് കൂടുന്നുണ്ടോ അതോ എന്താണ്? നിങ്ങളുടെ ആദ്യത്തെ ഓണമാണോ? നിങ്ങളുടെ രണ്ടുപേരും ആദ്യത്തെ ഓണമാണ്? ന്യൂസിലാൻഡിലെ ഫസ്റ്റ് ഓണമാണ്. ഗൾഫിലൊക്കെ എങ്ങനെയാണ്? ഭയങ്കര ഓണമല്ലേ ശരിക്കും?
തുടങ്ങി ക്രിസ്മസ് വരെ ഓണമാണ്. ആഘോഷങ്ങളാണ്. അല്ല ശരിക്കും എനിക്ക് വേണമെങ്കിൽ കേരളത്തിലേക്കാളും കൂടുതൽ പുറത്താണ് ആഘോഷം. കേരളത്തിൽ ഇത്ര ആഘോഷം ഉണ്ടെന്നുള്ളത് അല്ലേ? അല്ല ഞാനിപ്പോൾ ഇൻട്രോയിൽ പറഞ്ഞ തന്നെ ആ അതെ അതെ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞ തന്നെ വെച്ചാൽ നമുക്ക് ഓണവും പരിപാടിയൊക്കെ ഭയങ്കര ആഘോഷമാണെങ്കിലും ഈ ഡ്രസ്സും പരിപാടികളും പിന്നെ ഈ ഫുഡും പരിപാടിയൊക്കെ കിട്ടൽ എത്ര എളുപ്പമല്ല. അപ്പം അത് നിങ്ങൾ ഈ പരിപാടി ചെയ്തുകൊണ്ട് വളരെ ഒരു ഭയങ്കര ഒരു നന്നായിട്ട് ചെയ്യാം. ഇവർ നിങ്ങളുടെ ആദ്യത്തെ 2 മാസമേ ഉള്ളൂ, തുടങ്ങി ഇങ്ങനെ കാല് വെച്ചിട്ടുള്ളൂ, അപ്പോൾ വരാൻ പോകണുള്ളൂ ഇനി. ഓക്കെ കൊള്ളാം, നല്ല കാര്യം. അപ്പോൾ എന്തൊക്കെയാണ് ഇനി ഫ്യൂച്ചറിൽ നിങ്ങൾ എന്തൊക്കെയാണ് ഡെവലപ്പ് ചെയ്യാൻ വല്ല പ്ലാനും ഉണ്ടോ? അപ്പം എക്സ്റ്റെൻഡ് ചെയ്യുക, കൂടുതൽ സാധനങ്ങൾ വരുത്തുക, എല്ലാം കൊണ്ടുവരാം. ഇപ്പം നമ്മളെ നാട്ടിൽ ചെന്ന ഫീല് ഇവിടെ കിട്ടുക. നല്ല കാര്യം. ആണോ ഈ സാധനം കൊണ്ടുവരലൊക്കെ ഇങ്ങോട്ട് പാടാണോ അതോ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്? ഡിലേ ആണ്. അപ്പോൾ ഫുഡ് ഐറ്റം ഒക്കെ നിങ്ങൾ ഈ ഓണത്തിൻ്റെ സാധനങ്ങളൊക്കെ ഇപ്പോൾ കുറേ കാലം മുമ്പാണ് അങ്ങോട്ട് ഇങ്ങോട്ട് ആണോ? ഓക്കെ അങ്ങനെ ശരിക്കും ഒരു വിശാലമായ ഷോറൂം തന്നെയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടംപോലെ ഓടി നടക്കാനുള്ള സ്ഥലമുണ്ട്. അതുപോലെ തന്നെ ഇഷ്ടംപോലെ സെലക്ഷനും കാണുന്നുണ്ട് ഇവിടെ. ഡ്രസ്സായാലും ഞാൻ ഇത്രയും ഇവർ പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. എന്തായാലും ഒത്തിരി സെലക്ഷൻ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ തോണിയിലെ ഓണച്ചന്തയും ഒക്കെ കൊള്ളാം. നിങ്ങളൊന്ന് വന്ന് കാണുക, എന്നിട്ട് എന്താ പറയുക, ഒന്ന് അഭിപ്രായങ്ങൾ പറയുക. ന്യൂസിലാൻഡ് മല്ലുവിൻ്റെ കെയർ ഓഫ് പറഞ്ഞാൽ എന്തെങ്കിലും നിങ്ങൾ ഇതൊക്കെ കൊടുക്കുമോ? തീർച്ചയായിട്ടും. അപ്പോൾ ന്യൂസിലാൻഡ് മല്ലുവിൻ്റെ പേര് പറഞ്ഞോട്ടോ. നിങ്ങൾ ഡിസ്കൗണ്ട് ഒന്നും കിട്ടുമെന്ന് പ്രതീക്ഷിക്കേണ്ട, പക്ഷേ എൻ്റെ പേരൊന്ന് പറഞ്ഞേരം വേണം നിങ്ങൾ വന്ന് കാണുമ്പോൾ. ഓക്കെ, അപ്പോൾ എന്താ പറയാനുള്ളത് നിങ്ങൾക്ക്? സബ്സ്ക്രൈബേഴ്സിനോട് എന്താ പറയാനുള്ളത്? വരിക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, പേര് പറഞ്ഞേ. പ്രമോദ്. അനീഷ്. നാട്ടിലെവിടെയാ? എറണാകുളം. അനീഷോ? തൃശ്ശൂരാണ്. തൃശ്ശൂർ. തൃശ്ശൂർ എന്ന് പറഞ്ഞപ്പോഴാണ് ആ സൗണ്ട് അങ്ങോട്ട് വന്നത്. കൊള്ളാം. നമ്മുടെ മലയാളിക്ക് വേണ്ട എല്ലാ സാധനങ്ങളും, അതുകൊണ്ട് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ എന്ന് നമ്മൾ പറയില്ലേ, അതുപോലെ തന്നെ ഇപ്പോൾ ഡ്രസ്സും കൂടെ വന്നിരിക്കുകയാണ്. എന്താണ് വേണ്ടതും നമ്മുടെ ഏറ്റവും മെയിനായിട്ട് സംഭവം എന്ന് പറഞ്ഞാൽ മുണ്ട്, ഷർട്ട്, ജുബ്ബ, അതുപോലെ കുട്ടികളുടെ ഉടുപ്പുകളൊക്കെയാണ് നമുക്ക് ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ളത്. പിന്നെ പെണ്ണുങ്ങളുടെ പട്ട് സാരിയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഡിഫിക്കൽട്ടായിട്ടുള്ള സംഭവമാണ് ഇവിടെ വന്നത് നമ്മൾ ഈ ഇപ്പോൾ പുറത്ത് ജീവിക്കുമ്പോൾ. അപ്പോൾ ഇതൊക്കെ ഈ ഷോപ്പിൽ അവൈലബിൾ ആണ്. ഇത് ഒഹാപ്പോ റോഡിൽ ഒലീവ് സൂപ്പർ മാർക്കറ്റ് എന്നാണ് ഇതിൻ്റെ പേര്. അത് പറഞ്ഞല്ലോ, ഗ്ലെൻവ്യൂ ഷോപ്പിംഗ് സെൻ്ററാണ് ഈ കാണുന്നത്. അപ്പോൾ വരിക, നിങ്ങൾ അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ബൈ ഫ്രം ന്യൂസിലാൻഡ് മല്ലു ഗൈസ്.